ഇതെന്താ അമ്മ? ഇതാണ് കുമ്പളപ്പം. എന്തുകൊണ്ടാ ഞാൻ ഉണ്ടാക്കിയതെന്ന് അറിയാം? എന്തിനാ? ഇത് ഇന്ന് സംക്രമത്തിന്റെ സംക്രാന്തി നമ്മൾ പറയാം. സംക്രമം. അപ്പൊ നാളെ കർക്കിടക 1-ാം തീയതി. അപ്പൊ ഇന്ന് നമുക്ക് ഈ അടയൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കണം. അതുപോലെ രാവിലെ വൈകുന്നേരം അകം മൊത്തടിച്ചു തരിക, മാറാല തട്ടുക, മുറ്റടിച്ചു തരിക, ചാണം കലക്കി കുടഞ്ഞ് മുറ്റടിഞ്ഞിട്ട് പൊട്ടീൻ്റെ നീക്കാന്ന് പറയും. അങ്ങനെ ചുറ്റുപുറവും പെരേന്റെ ചുറ്റുഭാഗം 3 പ്രാവശ്യം വലം വെച്ച് ബാക്കിൽ ഒരാള് പിന്നെ ചാണകം കുടഞ്ഞുകൊണ്ട് ഈ പൊട്ടി എല്ലാ അകത്തും വന്നിട്ട് പൊട്ടീനെ നീക്കിയിട്ട് ഇങ്ങനെ പൊട്ടിയും മക്കളും പോ ശിവൂരി മക്കളും വാ പൊട്ടിയും മക്കളും പോ ശിവൂരി മക്കളും വാ എല്ലാ 4 മൂലയിലും പോയി ഇങ്ങനെ ഒഴിയും. ചട്ടിയില് ഉപ്പ്, മുളക്, ചൂല് അങ്ങനെ കുറെ സാധനങ്ങൾ വെച്ചിട്ട് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് 4 മൂലയിലും ഇങ്ങനെ പൊട്ടി മക്കളും പോ ശിവൂരി മക്കളും വാ പറഞ്ഞാണ്ട് ഇങ്ങനെ ഒഴിയും. വിളക്കൊക്കെ ഉണ്ടാവും കത്തിച്ചിട്ട്. അങ്ങനെ അത് കൊണ്ടുപോയി പുറത്തേക്ക് പോകുമ്പോൾ പുറത്ത് ആരെങ്കിലും നമ്മളെ വീട്ടിലുള്ളവരാരെങ്കിലും ചാണം കലക്കി വെച്ചിട്ട്, പണ്ടത്തെ കാലത്ത് കേട്ടോ, ചാണം കലക്കി ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ പെര ചുറ്റുഭാഗം നമ്മളിങ്ങനെ പൊട്ടി മക്കളും പോ ശിവൂരി മക്കളും വാ പൊട്ടി മക്കളും പോ ശിവൂരി മക്കളും വാ എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം വീടിൻ്റെ ചുറ്റുപുറം ഇങ്ങനെ ഓടി ഇങ്ങനെ നടക്കാം. അതുപോലെ ഒരു ബാക്കിലിങ്ങനെ ചാണം കലക്കി കുടഞ്ഞിട്ട് 3 കൂടി മുക്കുട്ടയിൽ എന്ത് ചെയ്യും, ഈ 3 റോഡ് ഭാഗം ഉണ്ടാവില്ല, ജംഗ്ഷൻ പോലത്തെ സ്ഥലത്ത് ഈ പോക്കറ്റ് റോഡൊക്കെ ഉണ്ടാവില്ല, ഇടവഴിയൊക്കെ ഉണ്ടാവണ അവിടെ കൊണ്ടുപോയിട്ട് ഇത് തട്ടും, ചൂലും ഇതൊക്കെ. എന്നിട്ട് നേരെ പോയിട്ട് കുളോ തോടോ എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് മുങ്ങി കുളിച്ചിട്ട് വരും. എന്നിട്ട് ഈ പലഹാരങ്ങൾ കുമ്പളപ്പം ഉണ്ടാക്കി വെച്ച ഇത് വെച്ച് കൊടുക്കും. കാരണവന്മാർക്ക് വെച്ച് കൊടുക്കും. വിളക്കൊക്കെ കത്തിച്ചിട്ട് വെച്ച് കൊടുക്കും. അവരത് കഴിക്കും. പിന്നെ ഇതിന്ന് ഒരു അപ്പത്തിൻ്റെ ഇതെടുത്തിട്ട് പിറ്റേന്ന് രാവിലെ 1-ാം തീയതി ദിവസം ഒരു പലഹാരത്തിൻ്റെ ഇന്ന് വെച്ച പലഹാരത്തിൻ്റെ അട ഉണ്ടാക്കിയില്ല, അതൊന്നും എടുത്തിട്ട് മാറ്റി വെക്കും. നാളെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും. ഇറച്ചി ചിക്കനും പത്തിരിയാണ് ഉണ്ടാക്കുക പണ്ടത്തെ കാലം. അതൊക്കെ എടുത്തിട്ട് വെച്ച് കൊടുക്കും. ചോറ്, പേരി, പപ്പടം, എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങൾ വീട്ടിലുണ്ടാക്കിയ സാധനം വിളക്കൊക്കെ കത്തിച്ച് പായയും ഒക്കെ വെച്ചിട്ട് ഇത് വെച്ച് കൊടുക്കും. ഇതൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ പുറത്തേക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കും. വൈകുന്നേരം ആകുമ്പോൾ കല്ലിന് കൊടുക്കാനും അതുപോലെ പിന്നെ ഏണി, കോണി, കുറേ സാധനങ്ങളുണ്ടാവും. ഉണ്ടാക്കിയിട്ട് പ്ലാവിൻ്റെ ചോട്ട് കൊണ്ടുപോയിരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പലഹാരത്തിൻ്റെ ഒരു കഷ്ണം വെച്ചിട്ട് അതും വെക്കും. അങ്ങനെ നമ്മൾ 1-ാം തീയതി അങ്ങനെ വെക്കാറ്. അത്രയൊക്കെ അറിയുന്ന പോലെ ഞാൻ പറഞ്ഞു, കാലത്ത് പഠിച്ച പോലെ. എനിക്കിതൊന്നും അറിയില്ല ഇനി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ നാളെ തൊട്ട് നമ്മൾ വിളക്ക് കത്തിക്കും അല്ലേ? നാളെ രാവിലെ നീറ്റ് കുലായൊക്കെ അടിച്ചേരി തുടച്ച് കിണ്ടി പലകയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ കിണ്ടിയും പലകയും വെക്കും, വിളക്ക് കത്തിച്ച് വെക്കും. ശിവപൂജ നാളെ കർക്കിടക മാസം 1-ാം തീയതി. പിന്നെ കർക്കിടക മാസം 1-ാം തീയതി രാമായണ മാസം ആണതിനും പിന്നെ രാമായണം വായിക്കുന്നവർക്ക് വായിക്കും. എന്തും ചെയ്യാം. നല്ല ഇത് എത്ര ദിവസം ഉണ്ടാവും? 31 ദിവസം. കർക്കിടകം 32 ഉണ്ടാവില്ലേ? ഇത് എത്ര ദിവസം നോക്കണം. 31 30 ഉണ്ടാവും, 31 ഉണ്ടാവുന്നതും ഉണ്ട്. ഒരു മാസം ഉണ്ടാവും എന്തായാലും. ശരി.